ഉള്ള കാര്യം പറയാല ഞായറാഴ്ച ദിവസം ബീഫ് വാങ്ങിയില്ലെങ്കിലല്ലേ ഞായറാഴ്ചയായിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടാ. എന്താണെന്നറിയാൻ പാടില്ല, ചെറുപ്പം മുതൽ ഇങ്ങനെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണല്ലോ ബീഫ് വാങ്ങണത്. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് തലയെ കയറിപ്പോയത് കൊണ്ടിട്ടേ ബീഫ് വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഞായറാഴ്ചയാണ് ശനിയാഴ്ചയാണ് ഒരു പിടുത്തവുമില്ല. അപ്പോൾ ഇന്ന് ദേ ചിക്കനാട്ടാ വാങ്ങിയേക്കണത്. എപ്പോഴും ചിക്കൻ വാങ്ങുമ്പോഴത്തേക്ക് ഇപ്പം അച്ഛനെ ഇങ്ങോട്ട് കറി വെച്ചെടുക്കാറാണ്ട പതിവ്. അപ്പം ഞാൻ കരുതി ഇന്ന് വറുത്ത് കറി വെക്കാമെന്ന്. ഞാനിവിടെ ചിക്കൻ വറുത്താണ് കറി വെക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചേട്ടന് കഴിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിലും ചേട്ടൻ്റെ നെഞ്ചൊന്ന് പടപടാ ഇടിക്കാൻ തുടങ്ങി. കാരണം വെളിച്ചെണ്ണയ്ക്ക് തീ പിടിച്ച വിലയാണല്ലോ. എന്തായാലും ഞാൻ ദേ ചിക്കൻ വറുത്ത് കറി വെക്കാൻ വേണ്ടി പോണേണ് കേട്ടോ. അപ്പോൾ ദേ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾ പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ചെറുനാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. കുറച്ച് തൈരിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. തൈരില്ല, അതിനത് കൊണ്ടിട്ട് ഞാനിപ്പോൾ അത് ഇട്ടില്ല. തൈര് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വറുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുവേ. അങ്ങനെ മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട സവോളയും പച്ചമുളകൊക്കെ നന്നാക്കി എടുക്കട്ടെ. പച്ചമുളക് കളർ കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, പച്ചമുളക് ഇച്ചിരി വാടിയിട്ടുണ്ട്. അപ്പം ഞാനതിന് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ കറിക്കകത്തോട്ട് അരിഞ്ഞിട്ടതാണേ. അപ്പോൾ അതേ ഞാൻ ചിക്കനൊക്കെ എല്ലാം വറുത്ത് കോരി അതേ എണ്ണയിൽ തന്നെ ഉരുളക്കിഴങ്ങ് നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്തടപ്പിൽ ചീനച്ചട്ടി വെച്ച് സവോള എല്ലാം വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഈ സവോളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ചിക്കൻ വറുത്ത എണ്ണ തന്നെ മതിയായിരുന്നു കേട്ടോ. പക്ഷെ ആ എണ്ണയെ കരിയോയിൽ പോലെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ. ഇച്ചിരി വെളിച്ചെണ്ണ വേറെ ഒഴിച്ചിട്ട് സവോള എല്ലാം വഴറ്റിയെടുത്തത്. ചേട്ടൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ പണിക്ക് നിൽക്കണ്ടെന്ന്. അപ്പോൾ വഴണ്ട് വന്ന സവോളക്കകത്തായിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അത് മൂപ്പിച്ച ശേഷം 2 തക്കാളി മിക്സിയുടെ ജാറിൽ പേസ്റ്റ് പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മിക്സിക്കകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടെ കലക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഗ്രേവി ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൂട്ടി ഒരു ഇച്ചിരി മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തേച്ചും ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചേക്കാവേ. അങ്ങനെ ഒരു ഇച്ചിരി നേരം അടപ്പത്തിരിക്കുമ്പോഴത്തേക്ക് ആ ഗ്രേവിയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെയാണ് ചിക്കൻ വറുത്ത് കറി വെച്ചെടുക്കണതേ. അപ്പോൾ ചിക്കൻ വറുക്കണതിൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴങ്ങ് വറുത്ത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനിവിടെ എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ടിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് അങ്ങനെ വറുത്ത് ചേർത്തേക്കണത്. നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടി. പിന്നെ ചപ്പാത്തിയുടെ ഒപ്പം ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട.